PSC പരീക്ഷകളുടെ ഒക്കെ പാറ്റേൺ മാറി. പുതിയ പാറ്റേണിൽ പഠിച്ചെങ്കിൽ മാത്രമാണ് ഇനി സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ LSDS സെക്രട്ടറി പരീക്ഷയുടെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ഭയങ്കര ചലഞ്ചിങ് ആണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളുടെ ബാച്ചിലെ സ്റ്റുഡൻസിന് ഭയങ്കര ഈസി ആയിരുന്നു. എങ്ങനെയാണ് ചരിത്രം എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്നത് അനുസരിച്ച് പഠിക്കാം. ബിക്കോസ് ഏറ്റവും കുറച്ച് പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടുന്ന തന്ത്രം. UPSC നിലവാരത്തിൽ തന്നെ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കണം ഇവിടെ. അപ്പൊ ഈ രീതിയിൽ പഠിക്കാനായി നിങ്ങൾക്ക് ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പുസ്തകം ഉപയോഗിക്കാം. അതുപോലെ തന്നെ രാജീവ് അഹിർ എന്ന് പറയുന്ന IPS കാരൻ എഴുതിയ സ്പെക്ട്രം എന്ന് പറയുന്ന പുസ്തകം ഉപയോഗിക്കാം. ഈ രണ്ട് പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിസ്റ്ററി എന്നൊരു സെക്ഷൻ, ഇന്ത്യൻ ഹിസ്റ്ററി സേഫ് ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കും. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. അവിടെ നിങ്ങൾക്ക് ഡെയിലി മൈക്രോ ക്ലാസ്സസും അഫോർഡബിൾ കോഴ്സസും ഫ്രീ ക്ലാസ്സസും ഫ്രീ ടെസ്റ്റ് സീരീസും ഒക്കെ കിട്ടുന്നതാണ്. അപ്പം കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഫാമിലിയിൽ അംഗങ്ങളാവാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇന്ന് കുറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ആ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ക്ലാസ് ഞാൻ തരാം. ആ ക്ലാസ് ഒന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം സ്വയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇവിടെ കുറച്ച് ആഴത്തിൽ അനലറ്റിക്കലായി വേണം നിങ്ങൾ പഠിക്കാൻ. കാര്യം തത്തമ്മേ പൂച്ച പൂച്ച എന്ന് PSC പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം കഴിഞ്ഞു. അപ്പൊ ഇവിടെ പേഴ്സണാലിറ്റീസ്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നത് വ്യക്തിത്വങ്ങളുടെ ബേസിസിലാണ്. ഗാന്ധിജി അല്ലെങ്കിൽ ബാൽ ഗംഗാധർ തിലക്, നെഹ്റു, ഫിറോസ് ഷാ മേത്ത, ഗോഖലെ. അപ്പം നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് കണ്ടമാന ഫാക്ടുകൾ കാണാതെ പഠിക്കുന്നതിന് പകരം ആ വ്യക്തിയുടെ ഫിലോസഫി എന്താണെന്ന് പഠിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് അംബേദ്കറിനെ എടുക്കാം. അംബേദ്കർ പല കാര്യങ്ങളിലും അംബേദ്കറും ഗാന്ധിജിയും പരസ്പരം എതിർത്തിരുന്നു. ഉദാഹരണത്തിന് ഗാന്ധിജി ഒരു രാജകുടുംബത്തിലെ മന്ത്രിയുടെ ദിവാന്റെ മകനായി ജനിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിക്ക് ഗ്രാമപ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ ഔട്ട്ലുക്ക് ഡിഫറെന്റ് ആണ്. പക്ഷെ അംബേദ്കറോ ഒരു അധസ്ഥിത വംശത്തിൽ ജനിച്ച് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ പോലെയുള്ള സമൂഹത്തിലെ അനീതികൾ അനുഭവിച്ച് വളർന്നൊരു വ്യക്തിയാണ് അംബേദ്കർ. ഇവർ രണ്ടുപേരും ഗ്രാമപ്രദേശത്ത് തന്നെയാണ് ജനിച്ചത്. പക്ഷെ ഗാന്ധിജി ജനിച്ചത് ഹൈ ക്ലാസ് ഫാമിലിയിലാണ്, അംബേദ്കർ ജനിച്ചത് ഡിപ്രസ്ഡ് ക്ലാസ് ഫാമിലിയിലാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇവരുടെ ഫിലോസഫീസ് ഡിഫറെന്റാ. അതുകൊണ്ടാണ് ഗാന്ധിജി ഗ്രാമസ്വരാജ് വേണം എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ അംബേദ്കർ പറഞ്ഞത് ഒരിക്കലും അത് കൊണ്ടുവരാൻ പാടില്ലെന്നാ. എന്തുകൊണ്ടാ? ഗ്രാം സ്വരാജ് മീൻസ് ഓരോ ഗ്രാമങ്ങളും ഇൻഡിപെൻഡന്റ് ആയ ഒരു രാഷ്ട്രത്തെ പോലെ അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റിനെ പോലെ ആക്ട് ചെയ്യും. അപ്പൊ അംബേദ്കർ പറഞ്ഞു അയ്യോ അത് അപകടമാണ്. കാര്യം ഗ്രാം സ്വരാജ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ ഗ്രാമങ്ങൾക്കും അത്രയും പവർ, പൊളിറ്റിക്കൽ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാമമുഖ്യന്മാർ അല്ലെങ്കിൽ ഗ്രാമത്തിലെ ജന്മിമാർ, ഗ്രാമത്തിലെ ഉന്നത കുലജാതരായിട്ടുള്ള വ്യക്തികൾ അധികാരം പിടിച്ചെടുക്കുകയും സാധാരണക്കാർ അവരുടെ അണ്ടറിൽ, ജന്മിമാരുടെ അണ്ടറിൽ അധസ്ഥിത വർഗം അനുഭവിക്കുകയും ചെയ്യുമെന്ന് അംബേദ്കർ പറഞ്ഞിരുന്നു. ഈ ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യ കാലങ്ങളിൽ അംബേദ്കർ ബ്രിട്ടീഷുകാരെ ഭയങ്കരമായിട്ട് എതിർത്തിട്ടുണ്ട്. എന്നാലും ഗാന്ധിജി പറഞ്ഞതുപോലെ അത്രയും തീവ്രമായിട്ടുള്ള രീതി എതിർത്തിട്ടില്ല. ഇനി അംബേദ്കറിന് ഭയമുണ്ട്, ബ്രിട്ടീഷുകാർ നാളെ ഇന്ത്യ വിട്ടു പോയാൽ ഇന്ത്യയിലെ ഉന്നത കുലജാതരായിട്ടുള്ള ജന്മിമാരും സാംബിദാർമാരും ജോട്ടേദാർമാരും പാവപ്പെട്ട ആൾക്കാരെ മുടിപ്പിക്കും, ഒരു സംശയമില്ല. അപ്പം ഈ ഒരു പലപ്പോഴും പല സന്ദർഭത്തിലും അംബേദ്കറിനെ ദേശവിരുദ്ധൻ എന്ന് പോലും പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? അംബേദ്കർ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഡിപ്രസ്ഡ് ക്ലാസ്സിന് പണിയാണ്. കാര്യം അപ്പർ ക്ലാസ് ഹിന്ദുസ് അധികാരം പിടിച്ചെടുത്ത് ഇവർക്ക് പണി കൊടുക്കും. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അത്ര പെട്ടെന്ന് ഇന്ത്യ വിട്ട് പോണ്ട എന്നുള്ള ധ്വനിയിൽ പലപ്പോഴും അംബേദ്കർ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ സാമൂഹിക പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായോ? അംബേദ്കറിന്റെ ഭാഗത്താണ് ന്യായം. പക്ഷെ പിന്നീട് അംബേദ്കർ അദ്ദേഹത്തിന് സ്റ്റാൻഡ് മാറ്റുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോണം എന്ന നിലപാടെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിലപാടെടുക്കുന്നത്? കാര്യം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു, ഭരണഘടന വന്നു. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 17 ഉണ്ട്. അല്ലെങ്കിൽ ഭരണഘടന എഴുതപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യം, എല്ലാവർക്കും അവകാശം എഴുതപ്പെട്ട് കഴിയും. അവിടെ പിന്നെ ആർക്കും ആരുടെ മണ്ടേ കയറാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിന് ശേഷം ഗാന്ധിജിയുടെ ഒപ്പം തന്നെ നിന്ന് അംബേദ്കർ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ആഹ്വാനം നടത്തിയത്. പക്ഷെ തുടക്കത്തിലുള്ള അംബേദ്കറിന്റെ ഭയം, അദ്ദേഹത്തിന്റെ ഫിലോസഫി, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? ഗാന്ധിജി അദ്ദേഹം നിങ്ങൾ പൂനെ പാക്റ്റും കമ്മ്യൂണൽ അവാർഡും ഒക്കെ പഠിക്കും. അവിടെ നമ്മൾ കാണുന്നതാണ് ഗാന്ധിജിക്കും അംബേദ്കറിനും ഇടയിൽ ഭയങ്കരമായ ഒരു സൗഹൃദ ബന്ധവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷെ പല കാര്യത്തിലും അവര് എതിരായിരുന്നു, ഓപ്പോസിറ്റ് ഫിലോസഫീസ് ആയിരുന്നു.
അപ്പൊ ഒരു വ്യക്തിയുടെ ഫിലോസഫി, തത്വചിന്ത, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ്, ഐഡിയൽസ് എന്താണ് എന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചോദ്യങ്ങൾ പലതും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോ അംബേദ്കർ എന്തായിരുന്നു? ഗ്രാമങ്ങളെ സ്വതന്ത്രമാക്കുന്നതെന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ പെട്ടെന്ന് ഇന്ത്യ വിട്ട് പോകുന്നതെന്നൊക്കെ എതിരായിരുന്നു. പക്ഷെ ഗാന്ധിജി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ സംഭവമുണ്ട്. അംബേദ്കർ, കുമാരനാശാൻ അടക്കമുള്ള അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധികൾ എല്ലാവരുടെയും ഫിലോസഫി ഏകദേശം സിമിലർ ആയിരുന്നു. ബിക്കോസ് അവർക്ക് ഭയമാണ്, ബ്രിട്ടീഷുകാർ നാളെ ഇന്ത്യ വിട്ട് പോയാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഓക്കെ, നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടും, വോട്ടവകാശം കിട്ടിയോണ്ട് വല്ലതും ആയോ? അതുകൊണ്ടാണ് കുമാരനാശാന്റെ കവിതകളിൽ പോലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് മുമ്പായി സാമുദായികവും സാമ്പത്തികവുമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടണം. ഒരു സുപ്രഭാതത്തിൽ എല്ലാവർക്കും വോട്ടവകാശം കിട്ടിയെന്നുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ കൂടുതൽ കാശുള്ളവനായിരിക്കും വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ കയറാൻ പോകുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനേക്കാൾ മുമ്പായിട്ട് നമുക്ക് സാമൂഹികവും സാമുദായികവുമായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം. അല്ലെങ്കിൽ എല്ലാവർക്കും എൻ്റെ കയ്യിൽ കുറച്ച് കാശ് വേണം, അല്ലെങ്കിൽ 100 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, അതില് ഭൂരിഭാഗത്തിന് വിദ്യാഭ്യാസം പോലും ഇല്ല. അവിടെ ജനാധിപത്യം വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വിദ്യാഭ്യാസവും പണവും ഉള്ള കുറച്ച് ആൾക്കാരായിരിക്കില്ലേ അവിടെ അധികാരം പിടിച്ചെടുത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്. ഈ ഭയമാണ് അംബേദ്കർ, കുമാരനാശാൻ അടക്കമുള്ള നവോത്ഥാന നായകന്മാരുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഇതൊക്കെ ദൂരീകരിക്കപ്പെടുന്നത് ഭരണഘടനയുടെ പ്രസൻസിലാണ്. അപ്പം ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നെഹ്റുവിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? നെഹ്റുവും ഈ വില്ലേജ് പഞ്ചായത്തുകൾക്കൊക്കെ എതിരായിരുന്നു. നെഹ്റു വില്ലേജ് പഞ്ചായത്തുകൾക്കൊക്കെ എതിരായിരുന്നു. അദ്ദേഹം എപ്പോഴും ഗാന്ധിജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി ഗാന്ധിജി സ്വയം പ്രഖ്യാപിച്ചത് നെഹ്റുവിനെയാണ്. പക്ഷേ ഗാന്ധിജിയുടെ നേരെ വിപരീതമാണ് നെഹ്റു പല കാര്യത്തിലും എടുത്തിട്ടുള്ള സ്റ്റാൻഡ്. ഉദാഹരണത്തിന് ഗാന്ധിജി എന്ത് പറഞ്ഞു? വില്ലേജുകൾ, ഗ്രാമങ്ങളെ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സ് ആക്കണം. നെഹ്റു പറഞ്ഞു നടക്കുന്ന കാര്യമല്ല, നമുക്ക് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. ഗാന്ധിജി പറഞ്ഞത് ഡീസെൻട്രലൈസേഷൻ ആണ്, അധികാരങ്ങൾ ഗ്രാമങ്ങളുടെയായി കൊടുക്കണം. നെഹ്റു പറഞ്ഞതോ അധികാരമെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രത്തിന്റെ കയ്യിൽ ഇരിക്കണം എന്നുള്ളതായിരുന്നു നെഹ്റുവിന്റെ സ്റ്റാൻഡ്. സെൻട്രലൈസ്ഡ് പ്ലാനിങ്, കേന്ദ്രീകൃതമായിട്ടുള്ള ആസൂത്രണത്തിന്റെ വക്താവായിരുന്നു നെഹ്റു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അനലിറ്റിക്കലായിട്ട് ഇതൊന്നും ഫാക്ട് അല്ല, വെറും കഥകളാണ്. ഈ കഥകൾ പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് ഇനി കുറച്ച് ചോദ്യങ്ങൾ, ഡിഫിക്കൽട്ട് എന്ന ചോദ്യങ്ങളും ചെയ്ത് നോക്കിയാലോ? ഈ ഒരു ചോദ്യം കഴിഞ്ഞ LSGS മെയിൻസിന് വന്നൊരു ഡിഫിക്കൽട്ട് ചോദ്യമാണ്. പക്ഷെ ഞാൻ എന്റെ ക്ലാസ്സസ് എടുത്തിട്ടുള്ള ഈ രീതിയിലാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചു. ചോദ്യം എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടന നിർമ്മാണ സഭ, അവിടെ ആരാണ് ഈ വാചകം പറഞ്ഞതെന്നാണ് ചോദ്യം. I hold that these village republics have been ruination of India. Ruin എന്ന് വെച്ചാൽ നശിച്ചു പോകുന്നുള്ള മീനിങ് ആണ്. അപ്പൊ വില്ലേജ് റിപ്പബ്ലിക്സ് ഇന്ത്യയുടെ നാശത്തിന് കാരണമാകും എന്ന് പ്രഖ്യാപിച്ചത് ആരാന്നാ ചോദ്യം. അപ്പൊ നമ്മുടെ എലിമിനേഷൻ ടെക്നിക്സ് നിങ്ങൾ മറക്കില്ല. ഈ വാചകം ഒരാൾക്ക് മാത്രമല്ലേ പറയാൻ പറ്റത്തില്ല, ഒരു വ്യക്തിയുടെ വാചകമല്ലേ. അപ്പൊ അതിന് ഓൾ ഓഫ് ദ എബോ എന്നുള്ള ഓപ്ഷൻ വെട്ടിക്കളയാം. ഈ കൂട്ടത്തിൽ ഗ്രാമങ്ങളുടെ വില്ലേജ് റിപ്പബ്ലിക് എതിരായിട്ട് സംസാരിക്കാനുള്ള സാധ്യത ആർക്കായിരിക്കും? മുൻഷിയാണോ, സർദാർ KM പണിക്കരാണോ, ഡോക്ടർ BR അംബേദ്കർ ആണോ? കാര്യം BR അംബേദ്കർ ഇത്രത്തോളം ഭയന്ന്, അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് ഒന്നും കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അതൊക്കെ പിന്നീടാണ് ആഡ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഒരു ബ്യൂട്ടി എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അംബേദ്കറിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് അംബേദ്കർ കൊണ്ടുവരാനിരുന്നത്? പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടി, എല്ലാവർക്കും പൊളിറ്റിക്കൽ റൈറ്റ് വന്നതിന് ശേഷമാണ് ഇന്ത്യൻ ഗവൺമെന്റ് പോലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇതിന്റെ ഉത്തരം C ആണ്, അംബേദ്കർ ആണ്. ഈ ഒരൊറ്റ ഫാക്ട് വെച്ച് നമുക്ക് എത്ര ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുമെന്ന് അറിയോ? ഈ കഥകളിൽ കൂടെ വേണം, അല്ലെങ്കിൽ വിശകലനാത്മകമായി വേണം നമ്മൾ ചരിത്രത്തിനെ സമീപിക്കാൻ. മറ്റൊരു ചോദ്യം നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ കൂട്ടത്തിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നുള്ളതാണ്. അംബേദ്കർ വിശ്വസിച്ചിരുന്നത് രാഷ്ട്രീയമായ ജനാധിപത്യം കിട്ടുന്നതിന് മുമ്പായി നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ജനാധിപത്യം വേണമെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അംബേദ്കറിനെ സംബന്ധിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അംബേദ്കറിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും കുമാരനാശനെ സംബന്ധിച്ചാണെങ്കിലും ആ ഒരു ക്ലാസ് ഓഫ് നവോത്ഥാന നായകന്മാർ ആരെ സംബന്ധിച്ചാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാവത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. അപ്പൊ നിങ്ങൾക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറക്കി കുത്തി ഒന്ന് എലിമിനേറ്റ് ചെയ്തേ. വിവേകാനന്ദൻ സന്യാസിയായിട്ടുള്ള വ്യക്തി ക്യാപിറ്റലിസത്തിനെ, ഭൗതികവാദത്തിനെ, മെറ്റീരിയലിസത്തിനെ സപ്പോർട്ട് ചെയ്യോ? സ്പിരിച്വലിസം അല്ലേ സന്യാസിമാരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്? സ്പിരിച്വലിസത്തിന് നേരെ വിപരീതമല്ലേ മെറ്റീരിയലിസം? അപ്പൊ അതിനെ അവർ സപ്പോർട്ട് ചെയ്യോ? അലിവയും അത്തിക്കറിയും പോലെ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ അത്? അപ്പൊ നിങ്ങൾ ഇത് എലിമിനേറ്റ് ചെയ്തു. സുഭാഷ് ചന്ദ്രബോസ് 1942-ലാണോ? ഏത് വർഷമാണ്
റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് കമന്റ് സെക്ഷനിൽ പറയാം. അത് ആരാണ് സ്ഥാപിച്ചതെന്ന് പറയാം. നെഹ്റു ആണോ ടു നേഷൻ തിയറി കൊണ്ടുവന്നത്? അത് ജിന്നയുടെ കോൺട്രിബ്യൂഷൻ അല്ലേ? അപ്പൊ ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഫാക്ടുകൾ അറിയില്ലെങ്കിൽ പോലും പലപ്പോഴും ഈ അനാലിസിസ് വെച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫാക്ച്വൽ ആയിട്ട് ചെയ്യേണ്ടുന്ന ചോദ്യങ്ങളുണ്ട്, അത് വേറെയാണ്. പക്ഷെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പലപ്പോഴും എത്തുന്നത് ഇത്തരത്തിൽ ആഴത്തിലുള്ള വായനയാണ്. ആഴത്തിലുള്ള വായന എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് നിങ്ങൾ കരുതണ്ട. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യം വലിച്ചു നീട്ടി കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ചടപടാതെ ഇതിന്റെ ഉത്തരത്തിലേക്ക് ഒന്ന് എത്തിക്കേ. ഇതൊക്കെ പല കുട്ടികളും സ്കിപ്പ് ചെയ്ത്, എന്തിനാ സ്കിപ്പ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. അതായത് സക്സസ്ഫുള്ളി ഡെവലപ്പിംഗ് എ ഡെമോക്രാറ്റിക് നോൺ വയലന്റ് ഇന്ത്യ ഫസ്റ്റ് ഇൻവോൾവ്സ് റീഎസ്റ്റാബ്ലിഷ് എ ഫോൾഡ് പഞ്ചായത്ത് സിസ്റ്റം where the existence of power must begin from the bottom. Each village will be republic. വില്ലേജ് റിപ്പബ്ലിക് എന്നൊരു വാക്ക് നമ്മൾ ആരുമായി ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത്? ഇവിടെ പറയുന്നത് എന്താ? പ്രാചീനമായിട്ടുള്ള പഞ്ചായത്ത് സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്ന് വില്ലേജ് റിപ്പബ്ലിക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ഒരിക്കലും അംബേദ്കർ പറയത്തില്ല. ഇത് ഒരേ പരീക്ഷയിൽ വന്ന രണ്ട് ചോദ്യങ്ങൾ, ഒറ്റ അനാലിസിസിന്, ഒറ്റ ഫാക്ടിന്റെ ബേസിസിൽ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് സെറ്റ് ആക്കാം. നിങ്ങൾക്ക് ഇതിന്റെ ഈ പുതിയ പഠന രീതിയുടെ ഒരു സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമുക്കറിയാം, ഒരിക്കലും നെഹ്റു അത് പറയത്തില്ല. അല്ലെ, നെഹ്റു കേന്ദ്രീകൃത പ്ലാനിങ്ങിന്റെ ആളാണ്, സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ ആളാണ്. അംബേദ്കർ അത് പറയത്തില്ല, നമുക്കറിയാം. സുഭാഷ് ചന്ദ്രബോസ് ഇത് പറയൂ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുഭാഷ് ചന്ദ്രബോസ് കേന്ദ്രീകൃതമായിട്ടുള്ള പ്ലാനിങ്ങിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കൂട്ടത്തിൽ വില്ലേജ് റിപ്പബ്ലിക് എന്നും കൂടെ കാണുമ്പോൾ നമുക്കറിയാം ഗാന്ധിജിയിലേക്ക് എത്താൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്, കാണാപ്പാഠം പഠിച്ച് തത്തമ്മയെ പൂച്ച പഠിച്ച് ആ പഠന ശൈലി നമുക്ക് ഇനിയുള്ള PC പരീക്ഷകളിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റില്ല. അതിന് നമ്മൾ കുറച്ച് അനലിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ വേണം പഠിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു റാങ്ക് ഫയൽ കാണാതെ പഠിക്കുന്നതാണോ ഇങ്ങനെ പഠിക്കുന്നതാണോ എളുപ്പം? ഈസി ആയിട്ടുള്ള വഴി എന്താണ്? ഇങ്ങനെ തന്നെ പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ചോദ്യം എന്താണ്? യെസ്, ഏത് ഇന്ത്യക്കാരനാണ് ഉറുദു ഭാഷയിൽ ഇറ്റാലിയൻ പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുള്ള മാസിനിയുടെയും ജോസഫ് ഗുസിപ്പെ ഗരിബാൾഡിയുടെയും ഒക്കെ ബയോഗ്രഫീസ്, ജീവചരിത്രം എഴുതിയെന്നാണ് ചോദ്യം. നമുക്ക് ഒന്ന് അനലിറ്റിക്കലായിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്ഥിരം PhD ഒരു ചോദ്യമാണ്. യങ് ഇറ്റലി എന്ന പുസ്തകം എഴുതിയത് ആരെന്നുള്ള ചോദ്യമുണ്ട്. യങ് ഇറ്റലി. അപ്പൊ നമ്മൾ അനലിറ്റിക്കലായിട്ട് ആലോചിക്കണം. യങ് ഇറ്റലി എഴുതിയത് നാസിനി, സ്ഥിരം PSCയുടെ ചോദ്യമാണ്. യങ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതാരാ? യങ് ഇന്ത്യ, ഗാന്ധിജി ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. ഗാന്ധിജി ഉണ്ട്. ലാലാ ലജ്പത് റോയിയുടെ ഒരു ആത്മകഥാപരമായിട്ടുള്ള ഒരു ജേർണൽ ഉണ്ട്, അതിന്റെ പേര് യങ് ഇന്ത്യ എന്നാണ്. അപ്പൊ ലാലാ ലജ്പത് റോയും യങ് ഇന്ത്യ എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ വേറെയാണ്, ഇത് വേറെയാണ്. അപ്പൊ കണക്ട് ചെയ്ത് നോക്കിയേ. അപ്പം മാസിനിയുടെ ഒരു പുസ്തകത്തിന്റെ പേര് കോപ്പി അടിച്ച് ഇന്ത്യയിലെ പുസ്തകം എഴുതിയത് ലാലാ ലജ്പത് റോയാണ്. അപ്പം അദ്ദേഹം മാസിനിയുടെ ചിന്തകളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തി ആരാ? ലാലാ ലജ്പത് റോയ് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള വ്യക്തി ആരാവണം ഈ കൂട്ടത്തില്? ലാലാ ലജ്പത് റോയ് ആയല്ലേ വരത്തുള്ളൂ. മാത്രമല്ല ബാലഗംഗാധർ തിലക് മറാത്തിക്കാരനല്ലേ, ഉറുദുകാരനാണോ? അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഒന്ന് അനലറ്റിക്കലായിട്ട് ആലോചിക്കാം. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മുടെ SCRT ടെസ്റ്റുകളൊക്കെ എഴുതപ്പെട്ടുള്ള ഈ രീതിയിലാണ്, ഡിസ്ക്രിപ്റ്റീവായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് പഠിക്കാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിൽ ഡീപ്പായി എല്ലാ വിഷയങ്ങളും പഠിക്കാനായി ഞങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. കമന്റ് സെക്ഷനിൽ അതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പുതിയ ശൈലിയിലുള്ള ക്ലാസ്സുകളാണ്. അവിടെ ഫാക്ടുകൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള അനാലിസിസ് നിങ്ങൾക്ക് വരും. ബിക്കോസ് നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ അനലിറ്റിക്കൽ അപ്രോച്ചും എലിമിനേഷൻ ടെക്നിക്സും ആഴത്തിലുള്ള പഠനവും തന്നെയാണ് വേണ്ടത്. നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളല്ല. സ്പെഷ്യൽ ടോപ്പിക്സിന് എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അതൊക്കെ നമ്മൾ സെറ്റ് ആക്കി തരും. LSGS മെയിൻസ് പരീക്ഷയിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ബാച്ച് നമ്മുടെയാണ്. വിത്ത് പ്രൂഫ് ഞാൻ നമ്മുടെ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പം ആഴത്തിൽ പഠിക്കാം. നമുക്ക് നല്ല രീതിയിൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ പുഷ് ദ കോമ്പറ്റീഷൻ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു അപ്രോച്ച് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം കേട്ടോ. താങ്ക് യു, ബൈ.